വിനേഷ് ഫോഗട്ടിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അപ്പോൾ അത് യൂട്യൂബ് ചാനലിൽ ഇപ്പം അവൈലബിൾ ആണ്. അതിൽ വിനേഷ് ഫോഗട്ട് പറഞ്ഞത് നമ്മുടെ ഭാഗത്തുനിന്ന്, അതായത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യത്തിൽ ചെയ്തില്ല എന്നുള്ളതാണ്. വിനേഷ് ഫോഗട്ടിൻ്റെ പോലും അനുമതിയില്ലാതെ പി ടി ഉഷ അവിടെ ചെന്ന് വിനേഷ് ഫോഗട്ടിൻ്റെ തോളയിൽ ഒരു കൈ വളരെ കഷ്ടപ്പെട്ട് വെച്ചുകൊണ്ട് നിന്നുള്ള ഒരു ഫോട്ടോ എടുത്ത് പരസ്യം ചെയ്തതെന്ന് ഒഴിച്ചാൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വിനേഷ് ഫോഗട്ട് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളും ഉള്ളതാണ് ആ വെളിപ്പെടുത്തലിൽ. നേരത്തെ തന്നെ ഇത് നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യവുമാണ്. അത് രാഷ്ട്രീയമായിട്ടാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന് വിനേഷ് ഫോഗട്ട് അടിവരയിട്ട് പറയാനുള്ളത് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ അങ്ങനെ വരും. കാരണം ബ്രിജ്ഭൂഷണെതിരെയുള്ള പരാതിയുമായിട്ട് പോയി കഴിഞ്ഞതാണ്. അതായത് മാനം രക്ഷിക്കാൻ, പെൺകുട്ടികളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ തെരുവിൽ അവർ സമരം ചെയ്തതാണ്. അതിൻ്റെ യഥാർത്ഥത്തിൽ ഒരു പ്രതിഫലനമാണ് അവിടെ കണ്ടതെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. കാരണം 100 ഗ്രാം ഭാരം കൂടി എന്നുള്ളതാണ് പ്രശ്നം വന്നത്. ഈ 100 ഗ്രാം ഭാരം കൂടാതിരിക്കുന്നതോ ആ ഭാരം 100 ഗ്രാം കുറയ്ക്കുന്നതോ എന്തെങ്കിലും വല്ല പ്രശ്നമുള്ളതാണോ യഥാർത്ഥത്തിൽ ഒരു മെഡിക്കൽ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലുള്ള രാജ്യത്ത്? എന്നിട്ട് ഇവിടുന്ന് കുറേ എണ്ണത്തിനെ പൊതിഞ്ഞു കെട്ടി അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു മുഴുവൻ. എന്തിനായി 100 ഗ്രാം കൂട്ടിയെടുക്കാൻ റെഡിയാക്കി? ഏതായാലും ആ പെൺകുട്ടിയെ അയോഗ്യയാക്കി. അതോടുകൂടി മതിയായല്ലോ, കാര്യം തീർന്നു. ബ്രിജ്ഭൂഷണെതിരെ കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, മനസ്സിലാക്കണം. BJP-ക്കാർക്കെതിരെ കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുക, അത് മനസ്സിലാക്കണം. അത് ഏതായാലും, ഏത് അലിഗേഷൻ ആയാലും ശരി, അവർക്കൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ആരെ വേണമെങ്കിലും പീഡിപ്പിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ പീഡനമൊക്കെ അതെല്ലാം വെള്ളത്തിൽ വരച്ച പോലെ അങ്ങ് മാറും. അതാണ് വേണ്ടത് കേട്ടോ. അതങ്ങനെ ചെയ്യണം. അത് കാണിച്ചു കൊടുത്തു എങ്ങനെയാണെന്ന്. അതാണ് ഇത് സംഭവിച്ചേക്കുന്നത്. അതിപ്പോൾ വെളിയിൽ വന്നേക്കുന്നത്. ഈ സംഭവം യഥാർത്ഥത്തിൽ ഒരു BJP-ക്ക് വലിയ തിരിച്ചടിയാണെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഹരിയാനയിൽ ഈ പെൺകുട്ടിക്ക് അവിടെ നല്ല സപ്പോർട്ടുണ്ട്. അവിടെ ജനങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഇലക്ഷൻ വരികയാണ്. ഇലക്ഷനിലെ ഫലം നമുക്കൊന്ന് പറയാൻ അറിഞ്ഞൂടാ. പക്ഷേ എങ്കിൽ പോലും നമുക്ക് നിസ്സംശയം പറയാം, അത് വളരെ ഫ്ലൈയിങ് കളേഴ്സിൽ അത് ജയിച്ചു വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആരോ അവർ അതിനെതിരെ മത്സരിക്കട്ടെ, ആ കുട്ടി ജയിച്ചു വരും. ഇത് യഥാർത്ഥത്തിൽ ഈ BJP-ക്ക് ഒരു തിരിച്ചടി അവിടെ അതിനകത്ത് ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. അതുപോലെ നമ്മുടെ ശ്രീമതി PT ഉഷ കേരളത്തിൻ്റെയൊക്കെ അഭിമാനമായിട്ട് നമ്മളെല്ലാം കരുതിക്കൊണ്ടിരുന്ന ആളാണ്. ഇതുപോലെയാണോ ചെയ്യേണ്ടത് എന്നൊന്ന് ആലോചിക്കണം. ഇത്രത്തോളം തലക്കനും അഹങ്കാരവും പാടില്ല എന്ന് ആ സഹോദരി ഒന്ന് തിരിച്ചറിയണം. വലിയൊരു കാര്യമാണ്. ഞാനൊക്കെ അവരുടെ വളരെ വലിയ ആരാധകനായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ താല്പര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഈ പ്രവൃത്തി മൂലമാണ്. അവിടെ ആദ്യം ഗുസ്തി താരങ്ങളെ സമരം നടത്തിയപ്പോൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ മാനത്തിന് കളങ്കം ഉണ്ടാക്കുന്നതാണ് ഇവരുടെ പ്രവൃത്തി എന്നുള്ളതായിരുന്നു ശ്രീമതി PT ഉഷ എടുത്തിരുന്ന ഒരു കാര്യം. അവസാനം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണ് ഇതും പറഞ്ഞിട്ട്. പിന്നെ ചെന്ന് അവിടെ സന്ദർശിക്കാൻ പോയപ്പോൾ ആ രീതിയിൽ നമ്മൾ കണ്ടതാണ്. ഇങ്ങനൊന്നും ആവരുത് കേട്ടോ. അതായത് ദി ഹയർ യു ഗോ ദ ഹാർഡർ യു ഫാൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. നിങ്ങൾ എത്ര ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും എന്ന് ശ്രീമതി PT ഉഷ മനസ്സിലാക്കണം. ബജ്റംഗ് പുനിയയും അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ടും കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളതാണ്. രണ്ടുപേരും ഹരിയാനയിൽ നിന്നുള്ളവരാണ്. അവർ രണ്ടുപേരും റെയിൽവേ ഉദ്യോഗസ്ഥരാണ്. സ്പോർട്സ് കോട്ടയിൽ അവർക്ക് റെയിൽവേയിൽ ഉദ്യോഗസ്ഥരാണ്. അപ്പം ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗം വഹിച്ചുകൊണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിലോ സ്റ്റേറ്റിലോ ഉള്ള ഉദ്യോഗം വഹിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവർ രണ്ടുപേരും രാജിവെച്ചു. കാരണം എന്താ നടന്നറിയാം അത് ചെയ്യാൻ കാരണം? ഇനി ഇത് രാജിവെച്ചില്ലെങ്കിൽ പോലും ഇവർ മരിക്കുന്നവരെ, ഇവരെ സർവീസിൽ നിന്ന് പിരിയുന്നത് വരെയും ഇവരോടുള്ള പകയുണ്ടല്ലോ കാണിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പക വീട്ടൽ അതിനവർക്ക് സമയമില്ല. അവരുടെ ഗുസ്തിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ആ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. വിനേഷ് ഫോഗട്ടിനെ കുറേ നടന്ന് റെഡിയാക്കി തോൽപ്പിച്ചെടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ബജ്റംഗ് പുനിയയ്ക്കും ഇനി ഒരു വലിയ ഭാവിയൊന്നും അതിൽ വരത്തില്ല. പക്ഷേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇവർ ഇറങ്ങിച്ചെന്നാൽ അവർക്ക് ജനങ്ങളുടെ ആദരവുണ്ടെന്നുള്ളത് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് കണ്ടതാണ്. വിനേഷ് ഫോഗട്ട് തോൽപ്പിക്കപ്പെട്ട് എന്നേ ഞാൻ പറയുന്നുള്ളൂ, തോറ്റെന്ന് പറയുന്നില്ല. വിനേഷ് ഫോഗട്ട് തോറ്റിട്ടില്ല. തോൽപ്പിക്കപ്പെട്ട് ഈ നാട്ടിലെ രാജ്യത്തേക്ക് മടങ്ങി വന്നപ്പോൾ ഇവിടെ ജയിച്ചു വന്നവരെക്കാൾ വലിയ സ്വീകരണമാണ് വിനേഷ് ഫോഗട്ടിന് ജനങ്ങൾ കൊടുത്തത്. അത് ജനങ്ങൾ ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഈ ഗുസ്തി താരങ്ങളുണ്ടല്ലോ, മാസങ്ങളോളം ഡൽഹിയിലെ തെരുവിൽ
കിടന്ന് സമരം ചെയ്തു. എന്തിന്? അതായത് അതിലെ സ്ത്രീകളുടെ, വനിതകളുടെ ചാരിത്ര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമായിരുന്നു അത്. ഇവിടെ എപ്പോഴും ബേട്ടി ബച്ചാവോ എന്നൊക്കെ വിളിച്ചു പറയുന്ന വലിയ നേതാക്കൾ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അവരെ ഒന്നും അന്ന് അവിടെ കണ്ടില്ലല്ലോ. അതിനു പകരം അവർ തെരുവിലൂടെ വലിച്ചിഴക്കിയായിരുന്നു വിനേഷ് ഫോഗട്ടിനെ പോലീസ്, ഡൽഹി പോലീസ്. നമ്മൾ കണ്ടതാണ്, എല്ലാവരും ലോകം മുഴുവൻ കണ്ടതാണ്. അവരെന്തിനവർ സമരം ചെയ്തു എന്നുള്ളത് പുറത്ത് ഈ ലോകം മുഴുവൻ അറിഞ്ഞ് നാണക്കേടുണ്ടായ ഒരു സംഭവമാണ്. അവര് ആ സ്ത്രീകളുടെ, അതായത് ഗുസ്തി താരങ്ങളുടെ, അതിലെ വനിതകളുടെ, പെൺകുട്ടികളുടെ മാനം രക്ഷിക്കണമെന്നുള്ളതിന് വേണ്ടി, രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ അത് ചോദിച്ചുകൊണ്ട് മാത്രമാണ് അവർ സമരം ചെയ്തത്. അല്ലാതെ അവർ സമ്പത്തിനോ പണത്തിനോ വേറെ ഒന്നിനുമല്ല. അതായത് ബ്രിജ് ഭൂഷൺ എന്ന് പറയുന്ന അന്നത്തെ MP ആയിരുന്ന ഈ ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്തിരുന്ന ആള്, അയാള് ഈ ചെയ്തുകൊണ്ട് അയാൾ പീഡനവീരനാണെന്ന് ആരോപിച്ചാണ് ഈ പെൺകുട്ടികൾ അവിടെ സമരം ചെയ്തത്. അവരൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബജറംഗ് പുനിയയും മറ്റ് ഗുസ്തി താരങ്ങളും അവരോടൊപ്പം ചേർന്നത്. സാക്ഷി മാലിക്കാണ് യഥാർത്ഥത്തിൽ ആദ്യം ഇത് ഉയർത്തിക്കൊണ്ടുവന്നത്. അവരെ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് അവരെല്ലാം പറയുന്നത്. അങ്ങനെ സ്ത്രീകൾ വന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വരെ നമ്മുടെ രാജ്യത്ത് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയുടെ മൊഴി മാത്രം മതി തീരുമാനിക്കാൻ. അല്ലാതെ ഇത് കാരണം ഈ പീഡനവീരന്മാർ ഈ പീഡനം നടത്തുമ്പോൾ അത് മൈക്കിട്ട് വെച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ അത് എല്ലാവരെയും ക്ലോസ് സർക്യൂട്ട് TV വെച്ച് പ്രദർശിപ്പിച്ചിട്ടോ ഇത് ചെയ്യാറില്ല. വളരെ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത്, ഒരു പെൺകുട്ടി ഇത് പറഞ്ഞാൽ അതിൻ്റെതായ വില കൊടുക്കണം. കാരണം അത് പുറത്ത് പറയുമ്പോൾ അവരെ തന്നെ മോശപ്പെടുത്തി, സമൂഹം എന്ന് പറയുന്നത് കാണുന്നത് വല്ലാതാണ് ഇതിനെ കാണുന്നത്. അവരെ അതുപോലെ സഹിച്ചാണ് ഇത് പുറത്തു പറയാൻ തയ്യാറാവുന്നത്. രണ്ട് കാര്യങ്ങളാണ് അവിടെ. ഒന്ന്, ഈ പീഡനം അനുഭവിക്കുമ്പോൾ അവരുടെ ആ വേദന, അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള അവരുടെ വേദന ഒന്നത്. പിന്നെ ഇത് പുറത്ത് അവർ തന്നെ പറയാനിടയാവുമ്പോൾ ഈ നമ്മുടെ സമൂഹം പരിഷ്കൃതമൊന്നും അല്ല. നമ്മുടെ സമൂഹം നമുക്ക് ഏതാണ്ട് വലിയ സംസ്കാരം ഉണ്ടെന്നല്ലേ പറയുന്നത്, ആർഷഭാരത സംസ്കാരം. ഇവിടെ ഒരു സംസ്കാരമില്ല. കാരണം ഇതൊരു പട്ടി അടിച്ചാന്ന് മനസ്സിലാക്കാൻ ഈ സംസ്കാരം ഉള്ളവന്മാർ തയ്യാറാവുന്നില്ല. പിന്നെ എന്തോ സംസ്കാരം? നായ്ക്കളാണെങ്കിൽ അവരെടുക്കും അവരുടെ കൂട്ടത്തിൽ. പക്ഷേ ഇവിടെ മനുഷ്യരാണെങ്കിൽ വിചാരിക്കും ഇതിനേതാണ്ട് പറ്റിയെന്ന്. ഇതൊരു പട്ടി അടിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്ന് കുളിച്ചാൽ പോകുന്നതേ ഉള്ളൂ എന്നൊന്ന് തിരിച്ചറിയാൻ യവന്മാർ തയ്യാറല്ല. പിന്നെയാണ് ഈ സംസ്കാരം. ഈ സംസ്കാരമുള്ള സമൂഹത്തിൽ ഇവരിത് വിളിച്ചു പറയുമ്പോൾ അതിൽ നിന്ന് അവർക്കുണ്ടാകാനുള്ള ഇടയുള്ള അവഹേളനം, അതിലുള്ള മനോവേദന, ഇത് രണ്ടും സഹിച്ചാണ് ഈ പെൺകുട്ടികൾ അവിടെ സമരം ചെയ്തത്. എന്നിട്ട് അവരെ തെരുവിലൂടെ വലിച്ചഴിച്ചതല്ലേ നമ്മൾ കണ്ടത്. അതിൻ്റെ അറിഞ്ഞല്ലോ, അതിൻ്റെ പുറകിലുണ്ടായിരുന്ന BJP ഇത് അറിഞ്ഞല്ലോ എന്താണെന്ന്. ബ്രിജ് ഭൂഷണെ എന്നിട്ട് ഇവർ തള്ളിപ്പറയാൻ തയ്യാറായില്ല. അവിടെ ഉത്തർപ്രദേശിലെ ഗോണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു പൊതുസമ്മേളനത്തിൽ ബ്രിജ് ഭൂഷണും ഉണ്ടായിരുന്നു. അതിനകത്ത് ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് ഘോരഘോരം ഈ ഗുസ്തി താരങ്ങളുടെ ഭാഗത്ത് ഉണ്ടായ അവരുടെ ആരോപണത്തെക്കുറിച്ചും അവർക്ക് ഉണ്ടായ ബന്ധപ്പാടുകളെക്കുറിച്ചും ഒക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രിജ് ഭൂഷൺ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് പൊട്ടിക്കരയുന്നു. അത് ANI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അന്നേ ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസ്സുകാർ അതിൻ്റെ പുറയിലെന്ന്. ശരിയാണ്, കോൺഗ്രസ്സുകാർ ഇതിൻ്റെ പുറയിലല്ല. ഈ ഗുസ്തി താരങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പോയി. അത് അവരുടെ ഭാഗത്തു നിന്നുള്ള നന്മയായിട്ട് കാണണ്ടേ. അപ്പോൾ കോൺഗ്രസ്സുകാരാണ് ഇത് ഉണ്ടാക്കിയത്. കോൺഗ്രസ്സുകാരെ ഇവരെ പിടിക്കാൻ പോയതല്ലല്ലോ, ഗുസ്തി താരങ്ങളെ ഒന്നും അവരെ പിടിപ്പിക്കാൻ പോയതല്ലല്ലോ. ഈ പീഡനവീരന് കണ്ണീര് അണിയാൻ ഇപ്പോൾ അവസരമുണ്ട്. അന്നേ ഞാൻ പറഞ്ഞതാണ്, ഏതാണ്ട് അയാൾ വലിയ കാര്യം ചെയ്തെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ കാര്യം ചെയ്തു. ഇപ്പൊ അയാളെ ചവിട്ടി പുറത്താക്കാൻ ഇവർക്ക് പറ്റുന്നല്ലോ. ഇപ്പോഴും അയാളെ തള്ളി പറയുന്നില്ലെങ്കിലും അയാൾക്ക് സീറ്റ് കൊടുത്തില്ല. ഇപ്പൊ വേറെ ഔദ്യോഗിക സ്ഥാനമൊന്നുമില്ല. പക്ഷേ ഈ ഈ സംഘടനയുടെ തലപ്പത്ത് അയാളുടെ ബനാമിയെ, അയാളുടെ ഡെമ്മിയെ പിടിച്ചു വെക്കാൻ ഇപ്പോഴും ഉള്ള അവസരമായി കൊടുത്തു. ഇപ്പോഴും അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗുസ്തി താരങ്ങളെല്ലാം മാനസികമായിട്ട് അവരുടെ മുറയിൽ മുഴുവൻ തകർന്നു. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ഒരുപാട് മെഡലുകൾ ഗുസ്തി മാത്രം കിട്ടേണ്ടതാണ്. ഈ ബ്രിജ് ഭൂഷൺ ഇല്ലായിരുന്നെങ്കിൽ അതാദ്യം ഒന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ആ അവഹേളനം ഏറ്റെടുക്കേണ്ടത് ഈ BJP എന്ന് പറയുന്ന പാർട്ടിയാണ്, വേറെ ആരുമല്ല. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുമാണ്. കാരണം അവരൊന്ന് തിരിച്ചറിയണം, ഇതുപോലുള്ള പീഡനവീരന്മാരെ സംരക്ഷിക്കുമ്പോൾ ബേട്ടി ബച്ചാവോ എന്ന് പറയുന്നത് നാടകമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം, അറിയും എന്നവരൊന്ന് മനസ്സിലാക്കണം. അതായത് ഇവിടെ നമ്മൾ കാണുന്നത് ഈ പൊട്ടിക്കരച്ചിലുണ്ടല്ലോ ബ്രിജ് ഭൂഷന്റെ. അയാൾ കഴിഞ്ഞ് എന്ത് ചെയ്യാനാണ്? അയാളെ ഇനി ഉടനടി MP ആക്കണം, അതാ വേണ്ടത്. അയാളെ കഴിയുന്നതും
കാരണം അയാളെ ഇങ്ങനെ പുറത്ത് നിർത്തിയേക്കുന്നത് വളരെ ദോഷമാണ്. കാരണം അയാൾക്ക് വീണ്ടും ഇതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നിർബന്ധമായിട്ടും BJP ചെയ്തു കൊടുക്കണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. അതാ ചെയ്യേണ്ടത്. പിന്നെ വിനേഷ് ഫോഗട്ടിൻ്റെയും അതുപോലെ തന്നെ ബജ്രംഗ് പുനിയയുടെയും കോൺഗ്രസിലെ പ്രവേശനം വളരെ വലിയൊരു നാഴികക്കല്ലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അവർ കോൺഗ്രസിന് വളരെ വലിയ ആത്മവിശ്വാസം നടത്തുന്ന ഒരു പ്രകടനമാണ്. അവരെന്തുകൊണ്ട് കോൺഗ്രസിനെ ഓപ്റ്റ് ചെയ്തു എന്ന് ആദ്യം തിരിച്ചറിയട്ടെ. അവർ കോൺഗ്രസിൽ പോവുകയില്ലായിരുന്നല്ലോ ഒരിക്കലും. ഈ പീഡന വീരൻ ആദ്യമേ തന്നെ അവർ പെൺകുട്ടികൾ പരാതിപ്പെട്ടപ്പോൾ നടപടിയെടുത്തിരുന്നെങ്കിൽ അതിന് പകരം അയാളെ സംരക്ഷിച്ചുകൊണ്ട് ഈ പെൺകുട്ടികളെ ഉപദ്രവിച്ചു. എന്നിട്ട് മെഡൽ കിട്ടാൻ അതിൻ്റെ അവസാനം വരെ പോയപ്പോൾ അത് നശിപ്പിച്ചു. ഇതാണ് രാജ്യസ്നേഹം. നമ്മൾ കണ്ടൊന്ന് തിരിച്ചറിയണം കേട്ടോ.